പാലക്കാട് ആലത്തൂരിൽ 35-കാരി 14-കാരനുമായി നാടുവിട്ടതും അവരെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയതും ഇന്നലെയായിരുന്നു. 35-കാരിക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. യുവതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. പ്രിയ ഇളവള്ളിമഠം ചേരുന്നു നമുക്കൊപ്പം. പ്രിയ, ഈ സ്ത്രീ എന്താണ്, ഈ യുവതി എന്താണ് പോലീസിനോട് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ആകെ? ഇന്നലെ സ്കൂളിൽ പോയ കുട്ടി സമയമായിട്ടും തിരികെ എത്തിയില്ല. ഇതോടുകൂടിയാണ് വീട്ടുകാരൊക്കെ പരിഭ്രാന്തരായത്. ചെറിയ തരത്തിലുള്ള അന്വേഷണം നടത്തി, പക്ഷേ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി മറ്റൊരാൾക്കൊപ്പം എറണാകുളത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്ത് ഈ യുവതിക്കൊപ്പം കുട്ടി വണ്ടി ഇറങ്ങിയതും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവരെ ആലത്തൂരിലേക്ക് എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ അധികം ദിവസമായില്ല, ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പ് കണ്ട ഒരു വാർത്തയാണ്. പാലക്കാടുള്ള ഒരു സ്ത്രീ, 35 വയസ്സുള്ള സ്ത്രീ 14 വയസ്സുകാരനുമായിട്ട് എറണാകുളത്തേക്ക് ഒളിച്ചോടിയേക്കുന്നു. ഈ 14 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ മകന്റെ കൂട്ടുകാരനാണ്. സ്വന്തം മകനേക്കാളും 1, 2, 3 വയസ്സിന്റെ വ്യത്യാസം മാത്രമുള്ള ഒരു പയ്യന്. ഇവളൊക്കെ കാമം മൂത്തിട്ട് ആളുകളെ തിരിച്ചറിയത്തില്ലാത്ത, പ്രായം പോലും അറിയാതെ, ഇങ്ങനെ സ്വന്തം മകന്റെ പ്രായമാണെന്ന് പോലും ചിന്തിക്കാതെ ഒരു പയ്യനെയും കൊണ്ട് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇവളെയൊക്കെ ചാട്ടവാറിനടിച്ച് നാട് കടത്തേണ്ട സ്ഥിതിയിലേക്കാണ് വന്നേക്കുന്നത്. ഇവളുടെ ആ മകനൊക്കെ നാളെ എങ്ങനെയാണ് സഹപാഠികളെ നോക്കുന്നത്? പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, മറ്റേതില്ല, മറിച്ചില്ലെന്നൊക്കെ പറയും. പക്ഷെ ഈ സൈസ് തലച്ചോറില്ലാത്ത പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഇവളെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയല്ല. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി തന്നെ ഇവളെയൊക്കെ ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ 14 വയസ്സുള്ള പയ്യന്, അത് തൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഈ സ്ത്രീയെന്ന് കണക്കാക്കാനുള്ള ബോധമൊക്കെ ആയ പയ്യനാണ്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമുള്ള പയ്യന് തിരിച്ചറിവൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികളെ സോഷ്യൽ മീഡിയകൾ വഴി ഒരുപാട് സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസ്, ഫോൺ വീഡിയോകളൊക്കെ കണ്ട് കുട്ടികൾ അതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ പ്രായത്തിൽ എല്ലാം മനസ്സിലാക്കി അവർ അത് പ്രാവർത്തികമാക്കി നോക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. ഒരു സഹോദരിയും സഹോദരനും തമ്മിൽ അതിരുവിട്ട ബന്ധത്തിലേർപ്പെട്ട് സഹോദരി ഗർഭിണിയായേക്കും സ്വന്തം സഹോദരനിൽ നിന്ന്. അതും 14, 15 വയസ്സ് പ്രായമുള്ള സഹോദരങ്ങളാണെന്ന് ഓർക്കണം. ഇതൊക്കെ ഇവര് ഇങ്ങനെ ഫോൺ വീഡിയോകൾ കണ്ടിട്ട് ഇവരത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കി നോക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളോർക്കും കുഞ്ഞല്ലേ, 10, 15 വയസ്സുള്ള മക്കള്, 15 അല്ല 20 വയസ്സായെന്ന് പറഞ്ഞാലും അവനവൻ്റെ മാതാപിതാക്കൾക്ക് മക്കൾ ഇപ്പോഴും കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ ചിന്തിക്കും, അവരുടെ പഴയ കാലഘട്ടം ആണെന്ന് കരുതി അവർ ചിന്തിക്കും ഈ മക്കളൊക്കെ കുഞ്ഞുങ്ങളാണല്ലോ. എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, ചില അമ്മമാരും എന്തെങ്കിലും പറയുമ്പോൾ അവൻ കുഞ്ഞല്ലേ അല്ലെങ്കിൽ അവൾ കുഞ്ഞല്ലേ എന്ന് അങ്ങനെ ഓരോ ന്യായീകരണം പറയും. ഇവർ വീട്ടിൽ മര്യാദക്കാരായിട്ട് നിൽക്കും. പക്ഷെ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിർത്തിയിലെ പട്ടാളക്കാരുടെ സ്വഭാവമാണ്. അങ്ങനെ പറയാൻ കാരണം പട്ടാളക്കാർ വെടിവെപ്പ് നമുക്കറിയാമല്ലോ. അത് ആ വെടിവെപ്പല്ല, വേറൊരു രീതിയിലുള്ള വെടിവെപ്പാണ് ഈ ഇപ്പോഴത്തെ തലമുറകൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ 2 കുട്ടികൾ ഇങ്ങനെ എറണാകുളത്ത്, കൊച്ചിയിൽ ഇങ്ങനെ ഒരു മോശം സ്ഥിതിയിൽ ആളുകൾ കാണുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തപ്പോഴത്തേക്കിന് പോലീസ് താക്കീത് കൊടുത്തു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പരീക്ഷയല്ലേ, പോയി പഠിക്കാൻ നോക്കുക, വീട്ടിൽ പോകും, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അന്വേഷിക്കും, വീട്ടിൽ പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പേടിയായി, വീട്ടിൽ അറിയിക്കുമോന്ന്. അങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേന് ഈ പെൺകുട്ടികൾ എന്ത് ചെയ്തു, കായലിലേക്ക് എടുത്ത് ചാടി. അപ്പോഴത്തേക്കിനും ആളുകളെല്ലാം കൂടി രക്ഷപ്പെടുത്തി ഒക്കെ ചെയ്തു. അപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന പയ്യൻ്റെ ബാഗ് പോലീസ് പരിശോധിച്ചപ്പോൾ അതിൽ കോണ്ടം പാക്കറ്റാണ്. ഈ 15 വയസ്സൊക്കെയുള്ള പയ്യൻ്റെ ബാഗിൽ ഇതാണ്, പുസ്തകവും ബുക്കുമായിട്ട് നടക്കേണ്ട കുട്ടികളുടെ ബാഗിനുള്ളിൽ കാണുന്നതാണ് കോണ്ടം പാക്കറ്റ്. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനത്തെ തലതിരിഞ്ഞ സ്വഭാവമായി. അവരാരും അറിയിക്കരുത്, വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്നും കരുതിയാണ് കായലിലേക്ക് എടുത്തു ചാടിയത്. പക്ഷെ ഇപ്പോൾ ലോകം മുഴുവനും അറിഞ്ഞില്ലേ, ഇങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറയിലെ. പണ്ടത്തെ കുട്ടികളല്ല, ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ബാലരമ വായിച്ചും അല്ലെങ്കിൽ ക്രിക്കറ്റോ പന്തോ ഒക്കെ കളിച്ച് സാറ്റ് കളിച്ചൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി.
അപ്പോൾ മാതാപിതാക്കൾ ഓർക്കുന്നത് തങ്ങളുടെ ആ പഴയ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും കുട്ടികൾ പോകുന്നതെന്നാണ് ചില വിവരമില്ലാത്ത മാതാപിതാക്കൾ ഓർക്കുന്നത്. പക്ഷേ കുട്ടികൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, കാലഘട്ടങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധി പിടിച്ചത് പിള്ളേരാണ്. നമുക്ക് ചെറിയ വായിൽ വലിയ വർത്താനങ്ങളാണ് ചില പിള്ളേർ പറയുന്നത്. ചെറിയ 3ലും 4ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ മൂക്കത്ത് കൈ വെക്കും. അതേക്കൂട്ട് സൈസുള്ള സ്വഭാവമാണ് പിള്ളേരുടെ വായിൽ നിന്ന് വീഴുന്ന അല്ല വെടിക്കെട്ട് വർത്താനം എന്ന് പറയും. ആ രീതിയിലുള്ള വർത്താനമാണ് ഈ കുഞ്ഞു പിള്ളേർ പറയും. നമ്മൾ പറയുന്നത് ചെറിയ വായി വലിയ വർത്താനം പറയാതെ ചെറുക്ക എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ വർത്താനമാണ് പിള്ളേർ അത്രയും പിള്ളേർ അവരുടെ അത്രയും ബുദ്ധി വികസിച്ചിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അവർ കണ്ടും കേട്ടും ഫോണിൽ കൂടെയൊക്കെ എല്ലാം മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ രക്ഷകർത്താക്കൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും സീരിയലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ഫോണ് എടുത്തുകൊണ്ടിരുന്ന് തോണ്ടിക്കൊണ്ടോ ഇരിക്കാതെ മക്കൾ വൈകുന്നേരം ആകുമ്പോൾ അവർ പഠിക്കുകയാണോ അതോ മുറിയിൽ കയറി കതകടച്ചിട്ടിരിക്കുന്നത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇടയ്ക്ക് പോയി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ രക്ഷകർത്താക്കളും പ്രത്യേകിച്ച് അമ്മമാർ മക്കളുടെ ബാഗ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ അവരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ച് നോട്ട്ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി ഇതിലെന്താണ് ഇവർ വല്ലതും കുത്തിക്കുറിച്ചേക്കുന്നത്, അത് ബാഗിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പോൾ MDMA പോലെയുള്ള ഒരുപാട് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഇപ്പം മിക്ക ചെറുപ്പക്കാരിലും അതിന് അഡിക്റ്റായിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് ഉണ്ടായേക്കുന്നു. അതുപോലെ ഓരോ അടുത്ത് മകന് അപ്പനെ കൊന്ന കേസ് കെട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെ ലഹരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ന്യൂസുകൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പറഞ്ഞിട്ടും വിഷമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ചെറുപ്പത്തിൽ തന്നെ അടി കൊടുക്കേണ്ടതിനെ അടി കൊടുത്ത് തന്നെ നമ്മുടെ മക്കൾ എത്ര വയസ്സായോ വളർന്നോട്ടെ, എന്നാലും നമുക്ക് നമ്മുടെ മക്കളാണ്. നമ്മുടെ ഒരു മുതൽക്കൂട്ടാകേണ്ടതാണ്. നാളെ നമ്മളെ അവർ നോക്കേണ്ട മക്കളാണ്. അപ്പോൾ നമ്മൾ അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവ രൂപീകരണമൊക്കെ രക്ഷകർത്താക്കൾ നോക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. പിന്നെ ഇന്ന വീട്ടിലത്തെ ഇന്ന ആളുടെ മകനാ എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സിനൊപ്പം നല്ലൊരു അഡ്രസ്സാണ് അവന് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും മാതാപിതാക്കൾക്കുള്ളതാണ്. പക്ഷേ പിന്നീട് അവൻ മോശം ആകുമ്പോൾ നമ്മൾ പറയും അവർ വളർത്തിയതിൻ്റെ ദോഷമാണ്. ഒരു പെൺകുട്ടി വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മായിച്ചൻ പറയുന്നത് അവളുടെ വളർത്തുദോഷം അവളുടെ വീട്ടിൽ നിന്ന് അവളെ പഠിപ്പിച്ചു വിട്ടതിൻ്റെയാണ്. അങ്ങനെയൊന്നും നമ്മൾ കേൾപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വെഞ്ഞാറമൂടിലെ കേസ് കേട്ടിൽ ആ അമ്മേനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവന് 23 വയസ്സുള്ള മകന് തലക്കടിച്ച് ഷാളും കൊണ്ട് കഴുത്തെ മുറുക്കി മരിച്ചെന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് അവൻ പുറത്തിറങ്ങി വീട് ലോക്ക് ചെയ്ത് പോയത്. പക്ഷെ ആ അമ്മേനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി വെന്റിലേറ്ററിലായിരുന്നു. അമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വന്നപ്പോൾ ആ അമ്മ ഇളയ മകനെ ചോദിച്ചു. പക്ഷേ ഇളയ മകനും കുടുംബത്തുള്ള 3-4 പേരും മരിച്ചെന്നുള്ള കാര്യമൊന്നും ഈ അമ്മ അറിയുന്നില്ല. പക്ഷെ അമ്മയോട് ഡോക്ടർ എന്താണ് പറ്റിയതെന്ന് തിരക്കിയപ്പോൾ ഈ അമ്മ പറയുന്നത് ഞാൻ കട്ടിലിൽ വീണതാണെന്നാണ്. പക്ഷെ ആ അമ്മയുടെ ഒരു വിവരമില്ലായ്മ എന്നാണ് പറയുന്നത്. അത് മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുക. ഇത്രയും വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടാണ് ആ മകന് ഇങ്ങനെ ജയിലിലാണ് അവൻ ഇത്രയും ക്രിമിനലാണ്, അവൻ ഇത്രയും പേരെ കൊന്നു തന്നെയും തലക്കടിച്ചിട്ട് പോയതാണ് എന്ന് പറയും. അങ്ങനെയുള്ള സംഭവങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞിട്ട് ഈ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മേനെ ചെയ്തതുപോലും അമ്മ മറച്ചു വെച്ച് മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇങ്ങനെ ഓരോ ചെറുപ്പത്തിൽ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം അച്ഛന്മാർ ചിലപ്പം വഴക്ക് പറയും. പക്ഷെ അമ്മമാർ കൂടി ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ചില അമ്മമാർ പറയും, ചില അപ്പന്മാർ അത്രയും നമ്മൾ പറയുന്നില്ലെങ്കിലും അമ്മമാർ കുറേയൊക്കെ മക്കളുടെ കാര്യം അപ്പന്മാർ അവരവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒന്നും മക്കളുടെ കാര്യമെല്ലാം ഒന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അമ്മ ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം മക്കളുടെ കാര്യത്തിൽ ഒരു പകുതിയിൽ കൂടുതൽ പങ്ക് അമ്മമാർക്കാണുള്ളത്. അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കാതെ അമ്മമാർ ഈ തെറ്റുകളെ മുഴുവൻ ചെറുപ്പം മുതലേ ന്യായീകരിച്ച് നല്ല അടി കൊടുത്തോട്ടെ, മക്കളല്ലേ, ചത്തൊന്നും പോവുമല്ലോ, അടി കൊടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, അടിച്ച് തന്നെ വളർത്തേണ്ടതാണ്. അപ്പോൾ പിന്നീട് അവർ നല്ലൊരു ഇതിലേക്ക് വരുമ്പോൾ അവരോർക്കും എൻ്റെ അമ്മ അങ്ങനെ അടിച്ചു, എന്നെ കെട്ടിയിട്ടിട്ട് അടിച്ചു, പഠിക്കാത്തതിന് എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പം ചെയ്തു, അന്ന് ഞാൻ അങ്ങനെ അമ്മ എന്നെ അടിച്ചത് കൊണ്ടാണ് ഇപ്പം ഞാൻ
നല്ല രീതിയിൽ വന്നേക്കുന്നതെന്ന് അവർ ചിന്തിക്കും. ഇപ്പോൾ അവർക്ക് ആ ദേഷ്യം ഉണ്ടായാലും നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്നിട്ട് ഈ അമ്മ, ഈ 23 വയസ്സുകാരൻ്റെ അമ്മ ന്യായീകരിക്കുകയാണ് കട്ടിലിൽ നിന്നാണ് വീണതെന്ന്. ഇങ്ങനെ ചെറുപ്പത്തിൽ ന്യായീകരണം ഉണ്ടായി കാണാം. അവൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ ഈ അമ്മ, അച്ഛൻ വിദേശത്താണല്ലോ, അപ്പോൾ അച്ഛൻ ഇതുപോലെ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടാൻ പോയതാണ്. അപ്പോൾ ഈ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇങ്ങനെ മകൻ എന്തെങ്കിലും നേരത്തെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അവനെ ഇങ്ങനെ ന്യായീകരിച്ചിട്ടുണ്ടാവാം. അതായിരിക്കും ചിലപ്പം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്നാലും ഈ കേട്ട സ്ഥിതിക്ക് ആ അമ്മ അങ്ങനെ പറഞ്ഞത് വളരെ വിവരമില്ലായ്മ എന്ന് പറയാം. മകൻ ഇന്ന പോലെ ചെയ്തു എന്ന് അന്വേഷിച്ച ആളോട് കറക്റ്റായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലാതെ അമ്മ മകൻ്റെ തെറ്റിനെ കൊലപാതക ശ്രമം വരെ നടത്തിയിട്ട് അമ്മ അത് ന്യായീകരിക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ 14 വയസ്സുകാരൻ ഇങ്ങനെ 35 വയസ്സുകാരിയുടെ കൂടെ പോയതിൽ ഇവനെ ശരിക്കും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ മോശമായ രീതിയിൽ അടുപ്പം ഉണ്ടാവുകയും ഈ സ്ത്രീയോട് അടുപ്പം ഉണ്ടാവുകയും ഒരു നാട് വിട്ടു പോവുകയും ചെയ്ത് ഇപ്പം അവരെ പോക്സോ കേസിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് ഈ 35 വയസ്സുകാരി. അവരോട് തിരക്കിയപ്പം ഈ 14 വയസ്സുകാരൻ സ്വന്തം ഇഷ്ടത്തിനാണ് വന്നത്. എന്തായാലും സ്വന്തം ഇഷ്ടത്തിനായിരിക്കും, അത് നമുക്ക് കറക്റ്റ് അറിയാവുന്ന. കുഞ്ഞു പിള്ളേരല്ലോ തട്ടിക്കൊണ്ട് പോകാൻ. 14 വയസ്സായ അവനെ കൂടത്തിൽ പോയത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ വിവാഹം ഈ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു സൂക്കേടിലായിരിക്കും. ഇവർക്ക് വേറെ ആരെയും കണ്ടില്ല, 14 വയസ്സുള്ള ഒരു പയ്യനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത്രയും സ്വഭാവദൂഷ്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സ്വന്തം മകനെ പോലെ കാണേണ്ട ആ കൊച്ചിന് എന്തെങ്കിലും ഇപ്പോഴത്തെ ഇതിൽ അവനെന്തെങ്കിലും ഒരു മോശമായി ഈ സ്ത്രീയുടെ അടുത്ത് സമീപനം ഉണ്ടായപ്പോൾ അതും പറഞ്ഞ് മനസ്സിലാക്കി, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട സ്ത്രീയാണ് അവനെ വീണ്ടും ആ ഒരു ഇത് മുതലാക്കി അവർ റൂം എടുത്ത് എറണാകുളത്ത് പോയി താമസിക്കാൻ പോയേക്കുന്നത്. നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ സ്ത്രീക്ക് കൊടുക്കണം. മേലിൽ ഒറ്റ ദിവസം ഈ സൈസ് രീതി കാണിക്കരുത്. ഇപ്പം ഇവളുടെ പേരെന്തുകൊണ്ട് വിളിച്ചു പറയുന്നില്ല? ഇപ്പോൾ ഒരു 35 വയസ്സുള്ള ഒരു പുരുഷനായിരുന്നെങ്കിൽ അവൻ്റെ ജാതകം മുഴുവനും ഇപ്പം സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ് നാറ്റിച്ചേനെ. ഇപ്പം ഈ സ്ത്രീ എന്ന് പറയുന്ന അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. സ്ത്രീ ആയാലും പുരുഷനായാലും തുല്യ ഇക്വാലിറ്റി, അത് ഒരുപോലെ തന്നെ എന്ത് തെറ്റ് ചെയ്താലും എന്നതാണെങ്കിലും അത് ഒരേപോലെ തന്നെ നിയമം ഒരുപോലെ ആയിരിക്കണം. ഈ സ്ത്രീകളുടെ പേരെന്താണ് പുറത്ത് പറയുന്നത്? 35 വയസ്സുകാരി എന്ന് മാത്രമേ ഉള്ളൂ. ഈ 35 വയസ്സുകാരിക്ക് പേരില്ലേ? ഇവിടെ സ്ഥലപ്പേര് പറയുന്നുണ്ട്, ഈ 35 വയസ്സുകാരിക്ക് പേരില്ലേ? അതാണ് ചോദിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സ്ത്രീയാണ്, പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഒരു പുരുഷനെ ആയിരുന്നെങ്കിൽ ആ പുരുഷൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, തെളിവ് സഹിതം എല്ലാം, പിന്നെ ചില സ്ത്രീകളുടെ ആണെങ്കിൽ മുഖമൊക്കെ വ്യക്തമല്ലാത്ത രീതിയിൽ ഇവർ കാണിക്കും. പക്ഷെ പുരുഷനെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അവൻ്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും. ഇതെന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം പറ്റില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമമാണ് വേണ്ടത്. ഈ 35 വയസ്സുള്ള സ്ത്രീ ഇനി മേലിൽ ഒറ്റ ദിവസം ഈ സൈസ് ഒരു സ്ത്രീയും ഇങ്ങനെ കാണിക്കരുത്. 14 വയസ്സുള്ള പയ്യനെ സ്വന്തം മകനായിട്ട് കാണേണ്ട ഈ സ്ത്രീയെ കാണിച്ചേക്കുന്ന ഇങ്ങനത്തെ തെമ്മാടിത്തരത്തിന് അവൾക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന പേരിൽ എനിക്ക് പറയാനുള്ളത്.